ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്നൊരു ഹെയർ കെയർ റുട്ടീനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു കണ്ടീഷണർ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതായത് ഹെയർ മാസ്ക്. നമുക്ക് ഈ കണ്ടീഷണറൊക്കെ കെമിക്കൽ അല്ലാണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിലും പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലൊന്നാണ് ഹിബിസ്കസ്. അപ്പോൾ ഹിബിസ്കസ് ആണെങ്കിൽ അതിൻ്റെ ലീഫ് ആണെങ്കിലും പിന്നെ ആ ഫ്ലവർ ആണെങ്കിലൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ നമ്മളെ മുടിക്ക്. ഇപ്പോൾ ഈ ഒരു കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കണ്ടീഷണർ യൂസ് ചെയ്ത പോലെ തന്നെ ഹെയർ ഒക്കെ നല്ല സിൽക്കി ആയിട്ട് നിൽക്കും കേട്ടോ. ഇപ്പോൾ ഒറ്റ യൂസിന് തന്നെ നമുക്ക് ആ റിസൾട്ട് കിട്ടിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാനാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഹെയർ കെയർ ചെയ്ത് ഹെയർ കൊണ്ടു നടക്കുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയറിൻ്റെ തിക്കൊക്കെ നന്നായിട്ട് പോയി. അപ്പം നമുക്കൊരു ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഹെയർ കെയർ ടിപ്സൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ഹെയർ ഗ്രോത്ത് ജേണി ആയിട്ട് ചെയ്യാം കേട്ടോ. ഞാനും നിങ്ങളുടെ ഒപ്പം നമുക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കോസ്മെറ്റോളജിയാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് കുറേ തിയറിയൊക്കെ നോക്കിയിട്ട് മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാനൊന്നും മടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചെമ്പരത്തിപ്പൂ പറിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അങ്ങനെ നമ്മളെ വീട്ടിലില്ലാത്തതുകൊണ്ട് അപ്പുറത്തു നിന്നാണ് കേട്ടോ പറിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെമ്പരത്തിപ്പൂ നന്നായിട്ട് അരച്ചെടുക്കണം, കുറച്ച് വെള്ളം ചേർത്തിട്ട്. എന്നിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതൊരു നല്ല രീതിയിൽ ഒരു തിക്കായിട്ട് തന്നെ അരയ്ക്കണം. എന്നിട്ട് നമുക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ താഴേക്കൊക്കെ നന്നായിട്ട് ഫുള്ളായിട്ട് നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഞാനിത് വാഷ് ചെയ്ത് കളയുന്നത്. പിന്നെ ഇതിൽ കുറച്ച് ഓയിലും കൂടെ ചേർക്കണം, ഞാൻ പറയാൻ മറന്നുപോയി. ഇത് അരയ്ക്കുമ്പം നമ്മൾ അരച്ചതിന് ശേഷം ആയാലും കുഴപ്പമില്ല, കുറച്ച് ഓയിലും കൂടെ ചേർക്കണം. ഡ്രൈ ഹെയർ ആണെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഞാനിവിടെ ഷാമ്പു ഒന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പു യൂസ് ചെയ്താൽ മതിയേ. പിന്നെ ഈ ഒരു ഹിബിസ്കസിൻ്റെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ അമിനോ ആസിഡ്സും വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് ഹെയറിന് ഒരുപാട് നല്ലതാണ്. കാരണം നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും താരം പോകാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മളെ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പും ഹെയറും ഒക്കെ ഉള്ളവർക്കാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെയർ റൂട്ടിനൊക്കെ നല്ല രീതിയിൽ തന്നെ ബലം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പാക്ക്, അതായത് ഈ ഒരു ഹിബിസ്കസ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ വാഷ് ചെയ്തതിന് ശേഷം ഉള്ളൊരു ഹെയറാണ്. എൻ്റെ ഞാനിപ്പോൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ വല്ലാണ്ട് ചകിരിനാര് പോലെയായിരുന്നു എൻ്റെ ഹെയർ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ എണ്ണ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രമല്ല ഇതിങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത്, ഞാൻ ഈ ഒരു കണ്ടീഷണറും കൂടെ യൂസ് ചെയ്തതുകൊണ്ട് നല്ല രീതിയിലൊന്ന് ഒതുങ്ങി സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഉപയോഗിച്ച് നോക്കാം. എൻ്റെ മുടി ഇങ്ങനെ പറ്റി നിൽക്കാൻ കാരണം എൻ്റെ മുടീൻ്റെ തിക്നെസ്സൊക്കെ വല്ലാണ്ട് പോയി കേട്ടോ. ഞാനിപ്പം നല്ല രീതിയിൽ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനെ എൻ്റെ മുടീൻ്റെ തിക്നെസ് പോയത് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിൽക്കുന്നത് കേട്ടോ. ഞാൻ അത്യാവശ്യം തിക്കുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഓരോ നമ്മൾ ഹോം മെയ്ഡായിട്ടുള്ള കണ്ടീഷണറൊക്കെ അപ്ലൈ ചെയ്യുമ്പം നല്ല രീതിയിൽ തന്നെ നിൽക്കലുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. താങ്ക്